നമസ്കാരം. സാക്ഷാൽ അദാനി ഗ്രൂപ്പ് തന്നെ അമ്പരന്ന് പോയ ആദ്യ വർഷ കണക്കുകൾ സെലിംഗമന്ത്രി ആരംഭിക്കുന്നു. ദീർഘനാളായുള്ള പ്രചരണ കാലത്തൊക്കെ ഞങ്ങൾ പറഞ്ഞ ഒരു വാചകം, ഇത് മറ്റൊരു തൂത്തുക്കുടി തുറമുഖമായിരുന്നെങ്കിൽ, മറ്റൊരു വല്ലാർപാടം തുറമുഖം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ JNPT, അല്ലെങ്കിൽ ഇപ്പുറത്ത് വിശാഖപട്ടണം അതുപോലെ ഒരു തുറമുഖമായിരുന്നെങ്കിൽ ഇതിന് ഇത്രയധികം എതിർപ്പും കാലതാമസവും വരില്ലായിരുന്നു എന്ന് ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യ വർഷത്തെ കണക്ക് അദാനി ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, എല്ലാവരും പ്രധാനപ്പെട്ടവർ തന്നെയാണ്, മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ആദ്യ വർഷത്തെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത്, അവർ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-2025 അവർ പ്രതീക്ഷിച്ചത് ഒരു 4-4.5 ലക്ഷം കണ്ടെയ്നറുകൾ എന്നതാണ്. പക്ഷേ 100% വർധനമാണ്. അടിയട സിമ്പൽ. 8.5 ലക്ഷം കണ്ടെയ്നറാണ് കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് നമ്മുടെ തുറമുഖം നേടിത്തന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തീരെ കുറവാണ്. ഞങ്ങളൊരു ആദ്യ വർഷം 85 ലക്ഷമൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 1 കോടിയിൽ ഒരു 85 ലക്ഷമൊക്കെ എത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ 30 കൊല്ലം ഇങ്ങനെ ഒരു പ്രൊജക്ടിന് വേണ്ടി ജീവിതം ബലിയാടാക്കേണ്ടതില്ല. ഞാൻ ഒരാൾക്ക് ഇന്ന് മെസ്സേജ് അയച്ചതാണ്. ജീവിതം ബലി കൊടുത്ത് നേടിയതാണ് ഈ തുറമുഖം. അത് കേവലം 4 ലക്ഷത്തിനോ 8 ലക്ഷത്തിനോ വേണ്ടിയല്ല. ഏറ്റവും ചുരുങ്ങിയത് 10 കോടി കണ്ടെയ്നറുകളെങ്കിലും, അതിന്റെ വിശദാംശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലോട്ട് വരാം. ഏറ്റവും കുറഞ്ഞത് 10 കോടി കണ്ടെയ്നറുകളെങ്കിലും കൈകാര്യം ചെയ്യുന്ന ഒരു നിമിഷം, ഒരു ദിവസം, അതാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം. ഇവിടെ അദാനി ഗ്രൂപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ 4.5 ലക്ഷത്തിൽ തന്നെ സംതൃപ്തനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലും, അല്ലെങ്കിൽ അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പോർട്ട് 8.5 ലക്ഷം ഹാൻഡിൽ ചെയ്തു. 1 വർഷം എന്ന് പറയുന്ന ആദ്യത്തെ 5-6 മാസം കാര്യമായ പ്രവർത്തനം നടക്കാത്ത ഒരു തുറമുഖമായിരുന്നു എന്നിടത്ത് ഈ നേട്ടം പോലും അവരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് അവർ ഈ പോർട്ടിനെ വാഴ്ത്താൻ പോകുന്നത്, വിലയിരുത്താൻ പോകുന്നത് എന്ന് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും കാണാൻ പറ്റിയേക്കും. ഈ വളർച്ചയും കുതിപ്പും തടയാനാണ് ഇപ്പോഴും പലരും പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എൻവയോൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേസ് ഫയൽ ചെയ്തത്. ഇന്ന് അഗിതേത പുറംകടലിൽ കിടന്നിട്ട് 9 ദിവസം പിന്നിടുന്നു. എന്ന് പറഞ്ഞാൽ MSC ഈ തുറമുഖം ഉപേക്ഷിച്ച് സ്ഥലം വിടണം എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിനുവേണ്ടി കോടതി വഴി ഒരു അറസ്റ്റ് നടത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സംശയം, വാൻഹായ് 503, എൽസാ3യുടെ തൊട്ട് പിന്നാലെ വാൻഹായ് 503 എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ പുറംകടലിൽ അപകടമുണ്ടാക്കി കണ്ടെയ്നറുകൾ കടലിൽ വീഴ്ത്തിയതാണ്. ഇപ്പോ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതും ഏകദേശം 200 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യയുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് വാൻഹായിയെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇന്നലെ സെലിംഗമന്ത്രി അത് പരിശോധിച്ചു. ഏകദേശം 133 നോട്ടിക്കൽ മൈലിനപ്പുറം ഇപ്പോഴുമുണ്ട്. കോഴിക്കോട് കടന്ന കപ്പലിനെ തലസ്ഥാനത്തെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പൊ തലസ്ഥാനത്തിന്റെ നേരെ പടിഞ്ഞാറാണ്. 133 നോട്ടിക്കൽ മൈലേ ഉള്ളൂ. എന്നാലും 200-ന് പുറത്ത് പോയിട്ടില്ല. 200-നകത്ത് തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം. ഓഫ്ഷോർ വാരിയർ എന്ന് പറയുന്ന ടഗ് ഒപ്പമുണ്ട്. ഓഫ്ഷോർ വാരിയർ വാൻഹായിയെ തേടിപ്പോയെന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും 200 നോട്ടിക്കൽ മൈലിനകത്ത് നിൽക്കുന്ന ഒരു കപ്പൽ വളരെ എളുപ്പമാണ്. 133 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സെലിംഗമന്ത്രി ഉന്നയിക്കുന്ന സംശയം. കാരണം എൽസാ3 ചെയ്ത അതേ കുഴപ്പങ്ങൾ തന്നെയാണ് വാൻഹായി 503യും ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിലപാട് സെലിംഗമന്ത്രിക്കില്ല. എൽസാ3യോടും ചെയ്യരുത്, വാൻഹായിയോടും ചെയ്യരുത്. കാരണം അതിനൊക്കെ പരിഹാര മാർഗങ്ങൾ ഒരു പുരോഗമന സംവിധാനത്തിനകത്ത് വേറെ പലതുമുണ്ട്. അറസ്റ്റ് ഒന്നിനും പരിഹാരമല്ല. അത് ലോക ട്രേഡിനെ തന്നെ തകരാറിലാക്കുന്നതാണ്. പക്ഷേ എൽസാ3യുടെ കാര്യത്തിൽ നമ്മുടെ അഗിതേതയെ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ ഇവർ എന്തുകൊണ്ട് ഇത് കാണാതെ പോകുന്നു എന്നുള്ളതാണ്
നേരത്തെ പറഞ്ഞ TRVയെ തകർക്കേണ്ട അജണ്ടയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. EEZ 200 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ അധികാര പരിധിയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് EEZ is typically extend up to 200 nautical miles 370 kilometer from a country's coastline. നമ്മുടെ തീരത്ത് നിന്നും ഏകദേശം 370 കിലോമീറ്റർ അല്ലെങ്കിൽ 200 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഈ അധികാര പരിധിക്കകത്ത് എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഓൾസോ ഹാവ് ജൂറിസ്ഡിക്ഷൻ ഓവർ ആക്ടിവിറ്റീസ് സച്ച് എസ് മറൈൻ സയന്റിഫിക് റിസർച്ച്. ഈ പ്രദേശങ്ങളിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. മറൈൻ സയന്റിഫിക് റിസർച്ച്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അടിയറ സിമ്പിൾ. ഈ പ്രദേശത്ത് 200 നോട്ടിക്കൽ മൈലിനകത്ത് ഒരു തീപ്പെട്ടി കത്തിച്ച് ആരെങ്കിലും വിട്ടാൽ നടപടിയെടുക്കാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് അധികാരമുണ്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മൂന്നാമത്തതൊക്കെ പോട്ടെ. എന്തായാലും രണ്ടാമത് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ വാൻഹായ് എന്ന് പറയുന്ന കപ്പൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള സാധനങ്ങൾ കൊണ്ടുപോയതിന്റെ പേരിൽ ആ കപ്പലിനെയോ മറ്റ് കപ്പലുകളെയോ ഒന്നും പഴിചാരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഹസാഡസ് എന്ന് പറയുന്ന വസ്തുക്കളെല്ലാം കൊണ്ടുപോകേണ്ടത് കപ്പലുകൾ വഴി തന്നെയാണ്. വിമാനങ്ങൾ വഴിയോ ആളുകൾ സഞ്ചരിക്കുന്ന ട്രെയിൻ വഴിയോ അല്ല, കപ്പലുകൾ വഴി തന്നെയാണ്. കടലിലൂടെ ആകുമ്പോൾ അപകടങ്ങൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് കപ്പലാണ് ഇതിന് ഏക ആശ്രയം. എന്നാലും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ ട്രൈനൈട്രോ ടുലൂവിൻ 143 കണ്ടെയ്നർ അപകടകരമായ രാസവസ്തുക്കളുണ്ട്. 12 ബോക്സസ് ഓഫ് നാഫ്തലിൻ, അറിയാമല്ലോ നാഫ്തയെ കുറിച്ചൊക്കെ. ഫോർമൽഡിഹൈഡ്, ഇതൊക്കെ ഏത് കെമിക്കലാണെന്ന് പോലും നമുക്കറിയില്ല. ഫാർമസ്യൂട്ടിക്കൽ റിയേജൻസ്, ഹെർബിസൈഡ്സ്, അങ്ങനെ തുടങ്ങിയ നിരവധി കെമിക്കലുകൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിപ്പോഴും 133 നോട്ടിക്കൽ മൈലിനകത്ത് ഇന്ത്യയുടെ അധികാര സ്ഥലത്ത് എൻവയോൺമെന്റ് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ കപ്പലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ അതിന്റെ സഹോദരി കപ്പൽ ഹൈക്കോടതിയുടെ മുകളിൽ നിന്നാൽ കാണാം ഏകദേശം 1.5 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ വാൻഹായ് 512 എന്ന് പറയുന്ന കപ്പൽ ഇപ്പോഴും അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് വാൻഹായ് 512 എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കാരണം അത് TRVയിലല്ല. TRVയിലുള്ള ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് സർക്കാരിന്റെയും സംയുക്ത ട്രേഡ് യൂണിയന്റെയും താല്പര്യം. അതുകൊണ്ട് വല്ലാർപാടത്ത് വാൻഹായിയുടെ മച്ചമ്പിമാരും വന്നാലും അതിനെതിരെ ഒരു കമാന്നൊരക്ഷരം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ളിടത്ത് നേരത്തെ പറഞ്ഞ കണക്കുകൾ, ആദ്യ വർഷം അദാനിയെ പോലും അമ്പരപ്പിച്ച കണക്കുകളാണ് വാസ്തവത്തിൽ ഈ കാർട്ടൽ സെക്രട്ടേറിയറ്റിനകത്തുണ്ട്, സെക്രട്ടേറിയറ്റിന് പുറത്തുണ്ട്, കേരളത്തിനകത്തുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, ഇന്ത്യക്കകത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് TRV തകർക്കാൻ തറ്റുടുത്തിറങ്ങിയിരിക്കുന്നത്. സംരക്ഷിക്കുവാൻ സാധാരണ ജനങ്ങൾ മാത്രമാണ്. ഇനി ഈ തമ്പുരാക്കന്മാരുടെ ഇടയിൽ കൂടിയെല്ലാം കടന്നു വന്ന് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കും.